ഹലോ, ഐ എം സുധീർ. എന്താ? അല്ല, ഈ കാർ വളരെ ഫെമിലിയർ ആണ്. ഒന്ന് ചെല്ലടാ. കാർ മാത്രമല്ല, ആളും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. മാറിയിരിക്കണം മിസ്റ്റർ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ ഞാൻ നിങ്ങളെ വിടില്ല. എത്ര ദിവസമായി അറിയാമോ ഞാൻ നിങ്ങളുടെ പുറകെ നെട്ടോട്ടോടാൻ തുടങ്ങിയിട്ട്? നിങ്ങളോട് പ്രേമാഭ്യർത്ഥന നടത്താനോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ല. എനിക്കൊരു സത്യം അറിയണം. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നിക്കടാ അവിടെ. അങ്ങനെ അങ്ങ് പോയാല് ശരിയായില്ലല്ലേ? ഇതൊന്ന് ശരിയാവാൻ. പെണ്ണുങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണ്? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. വിശ്രമത്തിലാണല്ലടാ ചതിയ. അല്ലടാ, ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിന് നിർത്തി. ഇനി മേലിൽ നിന്റെ കൂടെ ഈ പരിപാടിക്ക് ഞാനില്ല. എന്ത് പോക്കൃത്തരോടാ നീ കാണിച്ചത്? ഒരുമാതിരി മെക്കിട്ട് കയറിയല്ലായിരുന്നു ആ പെണ്ണിന്റെ നേരെ. എന്നാൽ എനിക്കൊരു അപകടം വന്നപ്പോ നീ സ്വന്തം ആനത്തടി രക്ഷപ്പെടുത്താൻ നോക്കിയല്ലേ? എടാ, അവന്മാര് തടിയന്മാര് 4 പേര്, നമ്മൾ 2 പേരും ഒറ്റക്ക്. വല്ലതും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അവന്മാരാ പെണ്ണിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയാ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ ആ സമയത്തെ പെർഫോമൻസ് കണ്ടപ്പോ എനിക്കും തോന്നിയതാ നിനക്കിട്ട് 2 തരാൻ. നിന്നെ പോലെ കണ്ണും കൈയും കാണിക്കാനും മതിലിന്റെ അരികിൽ നിന്ന് കുശുകുശുക്കാനും ഒന്നും എനിക്കറിയില്ല. നേരെ വാ നേരെ പോ, അതേ എനിക്കറിയാവൂ. അതല്ല വേണ്ടത്, വളഞ്ഞു പോ. എന്നാലേ പെണ്ണ് വളഞ്ഞു വരൂ. എന്റെ ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു മിനിസ്റ്ററെ പിടിച്ച് ഇൻഡസ്ട്രി ലോണും ഓവർ ഡ്രാഫ്റ്റും സംഘടിപ്പിച്ചല്ല ഞാൻ ഈ ഫാക്ടറി തുടങ്ങിയത്. ഫെല്ലിന്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്യരുതെന്ന് അന്ന് നീ വന്ന് പറഞ്ഞപ്പോഴേ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. റൈറ്റ് കുറച്ചു കോട്ട് ചെയ്താണ് നീ എല്ലാ ടെൻഡറും പിടിച്ചിരിക്കുന്നത്. പ്രോഫിറ്റിനേക്കാൾ ഉപരി മറ്റാർക്കും വർക്ക് കിട്ടരുതെന്ന് നിന്റെ ഈ ദുരുദ്ദേശം നല്ലതല്ല. ഇനി ഇത് ആവർത്തിച്ചാൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഭീഷണിയാണോ എന്ന് തന്നെ കരുതിക്കോ. ഓ, ഇത് പറയാനാണോ ഡൽഹിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? എന്റെ പ്രൊഡക്ഷന്റെ റേറ്റ് നിശ്ചയിക്കുന്നത് നീയല്ല, ഞാനാ. നിനക്കെന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഒരേ കളറിലെ നമ്മൾ അഭ്യസിച്ചത്. ആ ഓർമ്മ നിനക്കും ഉണ്ടായാൽ കൊള്ളാം. ഇപ്പൊ ഞാൻ പോകുന്നു. വീണ്ടും എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. വരുത്തിയ എന്ത് ചെയ്യോടാ ഞാൻ. എന്താ സാർ, രാവിലെ തന്നെ ചൂടിലാണെന്ന് തോന്നുന്നു. പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടാം. ഇരിക്കെ. എന്തായി? സാർ എന്നെ ഏൽപ്പിച്ച ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോ നാളെ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാല്ലേ? നോ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ സാർ വാക്ക് മാറുകയാണോ? ഞാൻ വാക്ക് പറഞ്ഞ വാക്ക. ആ പെൺകുട്ടിക്ക് ഒരു കാമവനുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാ വാച്ച് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചത്. താനും അത് തന്നെ വന്ന് പറയുന്നു. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ കാമുകൻ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. അവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം സമാധാനമായിട്ട് കണ്ടുപിടിച്ച് തരാം സാർ. നോ, ആദ്യം തന്നെ ഏൽപ്പിച്ച് ജോലി കംപ്ലീറ്റ് ചെയ്യേ, എന്നിട്ടാവാം ജോയിൻ ചെയ്യുന്ന കാര്യം. സ്നേഹഭവൻ. എടാ, ഇത് അനാഥാശ്രമമല്ലേ? ഇവിടെ എന്ത് കാര്യം? നമുക്കകത്തൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അന്വേഷിക്കാനൊന്നുമില്ല, ഇത് അനാഥാശ്രമം തന്നെ. അതല്ലടാ, അവൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അതിന് നീ തനിക്ക് പോയാൽ മതി. കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ നിന്നെപ്പോലെ ഒരു മിടുക്കന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സൂചിപ്പിക്കല്ലേ സൂചിപ്പിക്കല്ലേ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഞാൻ കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കാം. എന്തിനാ? അവിടെ ആകുമ്പോ ഓടാൻ എളുപ്പമാണ്.
ഓട്ടോറിക്ഷ കിട്ടും. എന്റെ തടി കേടാകാതെ ഞാൻ നോക്കണമല്ലോ. അല്ല, തടി എടുക്കുമ്പോഴേ നല്ലത് നോക്കി ഇങ്ങനെ കേടാവത്ത് എടുക്കണമെന്ന് ഇങ്ങനെ പറയായിരുന്നു. നമസ്കാരം. എന്ത് നമസ്കാരം? ആരാതാ? അല്ല, ഞാനിവിടെ ഒരു പ്രശ്നത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ എന്ത് പ്രശ്നം? അല്ല, ഓ, ബാത്റൂമിന്റെ പൈപ്പ് പൊട്ടിയ പ്രശ്നം. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. രണ്ടു മൂന്ന് ദിവസം ആളന്വേഷിക്കുന്നു. എവിടെ ആയിരുന്നു താൻ? അത് അല്ല, നന്നാക്കാനുള്ള കുന്തം കൂടിയൊന്നും ഇല്ലേ? അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വല്ലഭന് പുല്ലു ആയതൊന്നല്ലേ ചൊല്ല്. എന്നാ ചെല്ല്, ആ. അതിന്റെ തൊട്ടപ്പുറത്താ ബാത്റൂം. ഡോക്ടർ രാവിലെ വന്നിരുന്നു. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഞാനും ഡോക്ടറെ കണ്ടിരുന്നു. അനിതേ, മോളുടെ അസുഖം ശരീരത്തെക്കാൾ കൂടുതൽ ഇപ്പൊ മനസ്സിനാണ്. ആദ്യമൊക്കെ മാസത്തിൽ 1-2 പ്രാവശ്യമായിരുന്നു അനിത ഇവിടെ വരാറുള്ളത്. ഇപ്പോ ഈ അടിക്കടിയുള്ള വരവ് മോൾക്ക് ഒരർത്ഥത്തിൽ ആശ്വാസമാണെന്ന് എനിക്കറിയാം. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ അത് അപകടവുമാണ്. കാരണം അനിതയിൽ നിന്നും നിരന്തരമായി കിട്ടുന്ന ഈ സ്നേഹം നാളെ അത് കുറയുമ്പോഴുണ്ടാകുന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഫാദർ, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പൊക്കോളൂ. മോളെവിടെ? ആഹാ, മോൾ എന്തായി കാണിക്കുന്നത്? സുഖമില്ലാത്തല്ലേ? ഇവിടെ കിടന്നോളൂ. എനിക്ക് ഒന്നുമില്ല മമ്മി. അതെയോ? മിടുക്കി. മമ്മി എപ്പോഴും എന്റെ അടുത്ത് ഇരുന്നാ മതി. വെളിയിലൊന്നും കൂടുതൽ നടത്തിക്കണ്ട. ആ, അനിത പോകുമ്പോ എന്നെ ഒന്ന് കണ്ടേച്ചു പോയാ മതി. മമ്മി വീട്ടിൽ കൊണ്ടുപോകാൻ വന്നിട്ട് എന്നെ എന്താ കൊണ്ടുപോകാത്ത? മമ്മി എന്താ ഒന്നും മിണ്ടാത്തത്? മമ്മി ഒരു ദിവസം മോളെയും കൊണ്ട് പോകും. ഒരു ദിവസം എന്ന് വെച്ചാ അത് എന്നാ മമ്മി? ആ, എനിക്കറിയാം. ഡാഡി വന്നിട്ടല്ലേ? ഡാഡി എന്ന് വരും മമ്മി? ഡാഡിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. മമ്മിയും ഡാഡിയും പിണക്കാണോ? അല്ല മോളെ, ഡാഡി ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുക. മോളെ കാണാൻ ഒരു ദിവസം വരും. തീർച്ച. അതുവരെ എന്റെ മോളുടെ ഡാഡിയും മമ്മിയും ഒക്കെ ഞാനാ. നല്ല മമ്മി. ഡാഡി വന്നിട്ട് നമുക്ക് വീട്ടിൽ ഐസ്ക്രീം കഴിക്കാൻ പോകണം. നീ കണ്ടത് ആ പെണ്ണിന്റെ കൊച്ചു തന്നെയാണെന്ന് എന്തോ ഉറപ്പ്? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ കുട്ടി അവളെ മമ്മി എന്ന് വിളിക്കുന്നത്? ആ കുട്ടി ഡാഡിയെ കുറിച്ച് ചോദിച്ചപ്പോ ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ. ഈ പെണ്ണുങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടാ? ശരിയാണ്. ആദ്യമൊക്കെ ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. പിന്നെ ഈ അന്വേഷണമൊക്കെ എനിക്കൊരു ത്രില്ലായി. അപ്പോ അവളെ കുറിച്ച് അറിയുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരിക്കും. അവളെ കുറിച്ച് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാന്? അവള് പിഴയടാ, മഹാപ്പിഴ. സത്യം അറിയാതെ വെറുതെ എടുത്തിയാട്ടം വേണ്ട. നമുക്കൊന്ന് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. നാളെ തന്നെ ഞാൻ അവളുടെ വീട്ടിൽ പോകും. അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു ചോദിക്കും. ആ അമേരിക്കക്കാരനുമായിട്ടുള്ള അവളുടെ കല്യാണം ഞാൻ മുടക്കും. അതിന് നിനക്ക് അവളുടെ വീടറിയാം. അത് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അതിന് നീ അധികം മെനക്കെടണ്ട. അവളുടെ കാർ നമ്പർ എത്രയാ? എനിക്ക് RT ഓഫീസിലല്ലേടാ ജോലി.